ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫർ വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് നമ്മളെ കൂടിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പം നമ്മൾ അന്ന് പറഞ്ഞു എന്താ പറയുക പിറ്റേ ദിവസം ഇടാന്ന്. പക്ഷെ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാതെ അന്ന് ഇടാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ കൂടിൻ്റെ അടുത്ത് എത്തിക്കുന്നതാ നമ്മളെ കൂട് ഉണ്ട്. പക്ഷെ പ്രാവ് നമ്മൾ മാറ്റിയിട്ടിരിക്കണേ അവായിക്കൂടിലൊക്കെ ഇട്ടിരിക്കണേ. അതിപ്പോൾ കാണിച്ചു തരാം. നമ്മളെ പ്രാവ് രണ്ടെണ്ണം. പിന്നെ മറ്റേ വാങ്ങാൻ കഴിഞ്ഞില്ല നമുക്ക് ഇതുവരെ. മറ്റേ വാങ്ങാൻ പോകുമ്പോൾ ഓരവിടെ ഉണ്ടാവില്ല. ഒരിപ്പോൾ ഒന്ന് നാളെട്ടോ ചിലപ്പം വാങ്ങാൻ കഴിയും തോന്നുന്നു. വാങ്ങാൻ കഴിയുകയാണെങ്കിൽ നമ്മളിതിലേക്ക് കൂടുതലേക്ക് ഇടും. ഇപ്പോൾ നമ്മളിതിൽ തീറ്റ കൊടുത്തതെന്ന് വെച്ചാൽ ഗോതമ്പ് പയറുമാണ്. വേറെ ഇത്രയൊന്നും ഇല്ല. പിന്നെ കൂട്ടിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൂടെ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ ഗോതമ്പ് ഇതാ, പിന്നെ ഓൻ്റെ ടൈമിലതാ നമ്മളെ പയറ്. പിന്നെ നമ്മളിതിൽ കുറച്ച് ടൂൾസ് ഇതൊക്കെ അടിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നെറ്റ് ഇതിലാണ് നമ്മൾ പ്രാവിനെ ഇടൽ. അപ്പോൾ ഇത് ജോഡിയാട്ടോ ഗൈസ്, ഇത് ജോഡിയാണ്. അപ്പോൾ നമ്മളവിടെ വെള്ളം ഇതൊക്കെ നമ്മളടിച്ച കൂടെ തന്നെ. ഇതും ഇതൊക്കെ നമ്മളടിച്ച കൂടെ തന്നെ. ഈ വായ്ക്കൂടിന് ഏകദേശം നമുക്ക് 500 റുപ്യേൻ്റെ പുറത്തയക്കണ്. പിന്നെ ഇതിന് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ല. നമ്മൾ വായ്ക്കൂട് അടിച്ചതിൻ്റെ ബാക്കി നെറ്റും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ ആകെ 100-150 റുപ്യ ആയിട്ടുള്ളൂ നമുക്ക് കൂടെ അടിക്കാം. അതിനെക്കാട്ടും നല്ല റേറ്റായ സാധനമാണ് വായ്ക്കൂട്. പക്ഷേ ആ വായ്ക്കൂടിന് നല്ല കംപ്ലൈൻറ്റും ഉണ്ട്. അതിനിപ്പോൾ അടിയിലേക്ക് ഇറക്കി നല്ലോണം ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ആ വായ്ക്കൂട്. അപ്പം വേറെ അധികമൊന്നുമില്ല. അത്ര തന്നെ. ഇനി നമുക്ക് പ്രാവിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമ്മളെ പ്രാവ് ഫസ്റ്റ് ദിവസം ഒന്നും അധികം ഒന്നും തിന്നിട്ടില്ലേനു. ഫസ്റ്റ് ദിവസം പേടിച്ച് നിൽക്കേനു. അപ്പോൾ രണ്ടാളും നല്ലതുണ്ട്. ഈ കാണുന്ന ഈ തുമ്പത്ത് പാത്രം മറിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ പാത്രം മറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണം. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വേഗം പാത്രം മറിച്ചിട്ടു. അപ്പം അടിയിൽ നമ്മളൊരു ചാക്കാണ് ഇത് വിരിച്ചത്. അടിയിലേക്ക് ഇതിൻ്റെ കാഷ്ടം വെക്കണേന്. അത് കാഷ്ടം വികാണ് നമ്മുടെ ടെറസിൻ്റെ മേലെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മളിതിൻ്റെ അടുത്ത് തന്നെ ചെറിയ തോടുണ്ട്. ഒരു ചെറിയൊരു സ്ലാബ് ഇട്ടതാണ്. ഇത് ഫീമെയിലാണ്, ഇത് മെയിലാണ്. ഫീമെയിൽ മെയിൽ. ഇനി 2 പ്രായം കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും പിന്നെ പ്രാവിനെ കൊണ്ടുവരുന്നില്ല. പിന്നും ഇങ്ങനെ ഗോതമ്പ് ഇതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലവരൊക്കെ വളർത്തുന്നുണ്ട് നമ്മൾ നെൽത്തിട്ടിട്ട് അങ്ങനെ. അല്ല ഗൈസ്, ഇപ്പോൾ നല്ല വൈകുന്നേരമായിരിക്കും പ്രാവിനെ ഇനി കൂട്ടിൽ കയറ്റണം. പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ല. ഇനി നമ്മൾ വാങ്ങാൻ പോണ പ്രാവിൻ്റെ ഫോട്ടോ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് ഇടണേക്കും വാങ്ങാൻ പോണേ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ദിവസവും വീഡിയോസ് ഇടണേക്കും. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. ട്യൂഷൻ കഴിഞ്ഞൊന്ന് നേരെ യൂട്യൂബിൽ കയറി വീഡിയോസ് ഇടും. എനിക്ക് പനിയാണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ 2 ദിവസം വീഡിയോ ഇടാമെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഡോക്ടറെ കാണിച്ച് പനിയൊക്കെ ഏകദേശം മാറി.
നമ്മുടെ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ 4 കള്ളിക്കൂടാണ്. ഡബിൾ വാതിലാണ്. പിന്നെ ബാക്കിലൊക്കെ നമ്മൾ ഷീറ്റ് അടിച്ച് റെഡിയാക്കിക്കാണ്. പിന്നെ ഈ 2 കാലം നമ്മൾ ഷീറ്റ് ഇറക്കിയിടാൻ വെച്ചതിനു. ഷീറ്റ് ഇറക്കിയിട്ടില്ല, മഴക്കാലമൊക്കെ വരുമ്പോൾ ഇറക്കിയാൽ മതി. അതുവരെ ഈ ഷീറ്റ് ഫ്ലക്സൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ചെറിയ പൂട്ട്, നമ്മൾ അവായിക്കൂടിന് പൂട്ടിടായിട്ടില്ല, കൂടിന് മാത്രം നമ്മൾ പൂട്ടുള്ളൂ. നമ്മൾ രാവിലെയൊക്കെ ഇടാണെങ്കിൽ അവായിക്കൂടിന് പൂട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ തക്കാളിപ്പെട്ടി, നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പെട്ടി ബാക്കി ഉണ്ടാവും. നമ്മളിവിടെ ഒന്നിന് 10 ഉറുപ്പ്യ വെച്ച് വാങ്ങി ആ പലകനെ കൊണ്ട് അടിച്ച് അതിൻ്റെ മേലാണ് ഷീറ്റ് അടിക്കുന്നത്. പിന്നെ ഫ്രെയിമൊക്കെ നമ്മൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ആണിനെ കൊണ്ട് അടിച്ചാണ്. അതിലൊരു ഉറപ്പുള്ള കൂടാട്ടോ, അടിച്ചുറപ്പുള്ള കൂടാണ്. ഇപ്പം ഈ പേപ്പറൊന്നും തിരിച്ചിട്ട് കൊടുക്കണോ, പേപ്പറൊക്കെ ഒന്ന് അടി പണിയാക്കിക്കുന്നു. നമ്മൾ സൈഡൊക്കെ നല്ല വൃത്തിയിൽ അടിച്ചു വെച്ചതാണ്. ഇത് ഞാനും ഇവനും പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ ഇവൻ്റെ മാമനും കൂടി ചേർന്ന് അടിച്ചതാണ്. പിന്നെ ഇത് 2 ഒരു 3 കൊളുത്തൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇതാണ് നമ്മൾ ഇതും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ല എന്താ പറയുക മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇതാക്കാം. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് പ്രാവ് വെള്ളം കുടിക്കാഞ്ഞപ്പോൾ അതിന് കൊടുത്തതാണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പാത്രമാണ്. പിന്നെ ഇത് വെള്ളം, ഇതൊക്കെ അത്രയ്ക്ക് നമ്മൾ നെറ്റ് കട്ട് ചെയ്യാൻ പിന്നെ നമ്മുടെ പ്രാവിൻ്റെ ചിറക് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കല് ഈ കത്രിക. വേറെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കള്ളിയിൽ ഇവിടെ മേലാണ് നമ്മൾ പ്രാണിടൽ, അടിയിൽ ഒരു നെറ്റുണ്ട്. നമ്മൾ വായിക്കൂടെ അടിച്ചതിൻ്റെ ബാക്കി നെറ്റാണ്. പിന്നെ ഇത് നമ്മുടെ ഇത് നമ്മൾ പിരാവരി ഇതാണ് നമ്മൾ മാറ്റി വെച്ചതാണ്. പിന്നെ ഇത് ഇവൻ്റെ ബാത്റൂമിൻ്റെ മേലാട്ടോ നമ്മൾ പോറ്റണേ, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലിട്ടാണ് നമ്മൾ ഇവൻ്റെ ബാത്റൂമിൻ്റെ പോറ്റണേ. അപ്പം നമ്മൾ കൂട്ടിലേക്ക് പ്രാണിടാണ്. അപ്പം നമ്മൾ പ്രാവിൻ്റെ കണ്ണൊന്ന് കാണിച്ചു തരാം. 2 പ്രാവിൻ്റെയും നമ്മൾ വെട്ടിയതാണ്. ഈ ഭാഗം നമ്മൾ വെട്ടിയതാണ്. 2 ചെറുകം അതേമാതിരി നമ്മൾ വെട്ടിയതാണ്. ചോരക്കള്ളി വരുന്നുണ്ട്, ചോരക്കള്ളിയൊക്കെ അതിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ണ് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കണ്ണാണ്. ഇത് ചോരക്കണ്ണാണ്. പിന്നെ മറ്റേ പ്രാവ് എന്ന് പറയുമ്പോൾ ഇത് മെയിലാണ്. മെയിലിൻ്റെ എന്താ പറയുക, അപ്പം നമ്മളിട്ട് ഫീമെയിലാണ് കേട്ടോ. ഈ മെയിലിൻ്റെ കുഞ്ഞനേനു ഇതിപ്പോൾ വലുതായി നമ്മൾ വാങ്ങി കൊടുത്ത മൂപ്പര് ഇതിനെ 2 കൂടി സെറ്റാക്കിയതാണ്. അടിപൊളി. ഇത് കൂസന്മാരെ വർഗത്തിൽപ്പെട്ട പ്രാക്കളാണ്. കൂസന്മാരെ വർഗത്തിൽപ്പെട്ട നല്ല അടിച്ച കളിയാണ്. ഇപ്പോഴത്തെ കാണാം പിടിക്കാൻ നേരത്ത് ഭയങ്കര അടിച്ചു കളിയാണ്. ഇതിന് അടിച്ച് പൊട്ടിക്കാൻ പറ്റിയ പ്രാവാണിത്. അടിപൊളി പ്രാവാണ്. ഈ വാങ്ങാൻ പോണ പ്രാവ് നല്ല അടിപൊളി പ്രാവ് തന്നെ കേട്ടോ. അതിനെ ഇനി താത്തി കെട്ടണമെന്നില്ല, നല്ല അടിപൊളി പ്രാവാ. ഇതിൻ്റെ കണ്ണെന്ന് പറഞ്ഞാലും വെള്ളക്കണ്ണിന് ചുവപ്പ് തടിയൊരു പ്രാവാണ്. പിന്നെ ചിറക് സൈഡ് നമ്മൾ മേഞ്ചർ കൊടുത്തിക്കണേ, സൈഡ് മേഞ്ചർ കൊടുത്തിട്ടില്ല. മേഞ്ചർക്ക് പൈതി കട്ട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങാൻ പോണ ബൂട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ബൂട്ടുള്ള പ്രാവാണ്. ഒറ്റൊന്ന് ഫീമെയിൽ ബൂട്ടൊന്നും ഇല്ല, മറ്റേ നല്ല അടിപൊളി ബൂട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി പ്രാവാണ്. അപ്പോൾ നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കിന്. ഇനിയിപ്പോൾ അത് പൂട്ടണം. നമ്മൾ ചാവിട്ടിട്ട് പൂട്ടാണ്.
നമ്മൾ 2 കുറ്റിയും കൊളുത്താട്ടോ നൽകിയ ഒരു സൈഡിൽ മേലും അടിയിൽ കേട്ട് ഒരു വാതിനൊരു കുറ്റിയും കൊളുത്തു. ഇതിന് മേലേക്കായിട്ട് ഒരൊറ്റൊന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല കൂടാണ്. നമ്മൾ ഷീറ്റ് താത്തി നമ്മളിവിടുന്ന് അവിടുന്നൊക്കെ ഫ്ലെക്സൊക്കെ ഒപ്പിച്ച് രാത്രി ഫ്ലെക്സൊക്കെ തെണ്ടി പിടിച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് വെച്ച് അവൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും കയ്യിലോടത്തോളം സപ്പോർട്ട് ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ ഞാൻ എന്താ പറയുക ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.